അങ്ങനെ പള്ളിലിന്നെ ഒരാളുക്ക് ഉസ്താദ് എൻ്റെ തുജാവത്തെ വാതിൽ തസ്ബീ നിസ്കാരത്തെ മഹത്വ ചൊല്ലു. തസ്ബീ നിസ്കാരത്തെ മഹത്വം എന്തിന്റെ മഹത്വ? എല്ലാവിധത്തെ ദോഷവും മാഫാവും. ചെറിയ ദോഷ, വലിയ ദോഷ, നനപ്പിന്നിട്ടാക്കിയത്, മറന്നിട്ടാക്കിയത്, അല്ലെ, തെരിഞ്ഞിട്ടാക്കിയത്, തെരിയാണ്ടാക്കിയത്, ബേൻബനുണ്ടാക്കിയത്, തപ്പിട്ടാക്കിയത്, രഹസ്യമായത്, പരസ്യമായത് എല്ലാം മാഫാവും. കേട്ടിട്ടില്ലേ? എല്ലാ ദോഷവും മാഫാവും. അപ്പൊ ഉസ്താദ് നല്ല വാഴതല്ല ചൊന്നിട്ടാമെന്തിരാവിടും. ഓ, നന്റെ ലൈഫിൽ നാനാക്കിയ ദോഷം നക്കല്ലേ പിടി നിങ്ങക്ക് വന്നിട്ടുണ്ട. അള്ളാഹു നങ്ക് മാഫാകട്ട്. നിങ്ങൾ ഓരോരുത്താക്കിങ്കത്തെ ദോഷ അങ്കങ്കല്ലേ പിടിയുള്ളേ. അപ്പൊ അങ്ങാക്കിങ്കത്തെ ദോഷ അങ്ങനെ മനസ്സിൽ ഗൊന്തുണ്ടോ? നാ ഇങ്ങനെല്ലാം ആക്കിരേ. അപ്പൊ ഇണ്ടല്ല ഒട്രാസി എല്ലാ ദോഷവും മാഫാവ് കിട്ടിയെങ്കിൽ 4 റക്അത്ത് നിസ്കാരം. ഏതത്? തസ്ബീ നിസ്കാരം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സീത പോയിട്ട് നല്ലൊരു അച്ചുകെട്ടായ ഉദു കൊടുത്താറും, എന്നിട്ട് നല്ല പക്ക നോക്കി പള്ളികൾക്ക് നല്ല പക്ക സെലക്ട് ആക്കിയിട്ട് 4 റക്അത്ത് നിസ്കരിച്ചാറും. ഇമാം ജമാഅത്ത് ഇല്ലാണ്ട് നിസ്കരിക്കുമ്പോ മര്യാദയിൽ നിസ്കരിക്കുന്ന നിസ്കാരം തസ്ബീ നിസ്കാരം മാത്രമേ. തസ്ബീ നിസ്കാരം അല്ലാത്ത ബാക്കി 5 വക്ത് നിസ്കാരം ഇമാം ജമാഅത്ത് അല്ലെങ്കിൽ ഉർത്ത നിസ്കരിക്കുമ്പോഴുള്ള അവസ്ഥ പോയതും കൊന്തില്ല, വന്നതും കൊന്തില്ല. ഇമാം ജമാഅത്ത് ആയെങ്ക ആ ഇമാം പോണ്ട എവിടേക്ക് പോകാവിടല്ലോ, ഓട്ടേക്കാക്കി പോകാൻ സാധ്യമില്ലല്ലോ. അവ തസ്ബീ നിസ്കാരം ഇമാം ജമാഅത്ത് അല്ലെങ്കിലും 300 തസ്ബീ ഭർത്തിയാവുണ്ട്. അപ്പത്തിൽ സബറോട് കൂടി നിസ്കരിക്കണം അവിടെ അല്ലേ. അപ്പൊ മെല്ലെ നിസ്കരിച്ചിട്ട് ഒരു കാഗണ്ടമാ 20 നിമിഷമാ ആ നിസ്കാരത്തെ എടുത്തിട്ട് ചന്തത്തിൽ നിസ്കരിച്ചിട്ടാ എന്തിനാവിടും എല്ലാ ദോഷവും മാഫാവും. ഉസ്താദ് ചൊന്നൊരു എല്ലാ ദോഷവും മാഫാവിടെ. നല്ല നിസ്കാരം അൽഹംദുലില്ലാഹ്. ഇത്രത്തോളത്തിലെല്ലാം കൽകിട്ട് ശുദ്ധിയായി. ഇനി 4 പിന്നത്തേത് നെക്സ്റ്റ് റമളാൻ നോക്കാം അല്ലേ. അങ്ങനെ ഒരു ദോഷമാഫായിട്ട് നാ സ്വാലിഹായ ചൊല്ലെങ്കത്തെ ഒരു സന്തോഷത്തോട് പോണ്ടാറ്. തസ്ബീഹ് നിസ്കരിക്കാൻ തേക്കണ്ട 4 പിന്നെ അങ്ങനെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ 5 വക്ത് ഫർദ് നിസ്കാരം ഈ നദ്ല റളിയല്ലാഹു അൻഹു ഒട്ടിക്ക് ആ അശരീരി ആ ശബ്ദം കേട്ടവിടെ എന്തിനു ചൊന്നെ? തൂബാ ലിമൻ മശാ ഇലൈഹാ വവഅളബ അലൈഹാ. ആ 5 വക്ത് നിസ്കാരം നിത്യമായി നിസ്കരിക്കുന്ന മനുഷ്യനും നിസ്കാരത്തുക നടന്നിട്ട് പള്ളിക്ക് പോകണമെങ്കിൽ മനുഷ്യകാണ് വിജയാറുക 5 വക്ത് നിസ്കാരം നിത്യമായി നിസ്കരിക്കുകയും ആ നിസ്കാരത്തിമേനായി ഭർത്തായി എപ്പോഴും പൂണ്ടെങ്കെത്താള് അൽഹംദുലില്ലാഹ് ഗെന്ദ്രാറ്. ആ നിസ്കാരത്തെ മഹത്വം ചൊന്തിരോണ. ആ 5 വക്ത് നിസ്കാരത്തെ മഹത്വം ഒരു ഉദാഹരണ മാത്രം ഒരു ഹദീസ് നാ ചൊല്ലട്ട. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊന്നില്ലേ, നിങ്ങൾ ആരെങ്കിലും ഔത്തെ ജാൽ ഒരു പൊല ഉൾകുടെങ്കിൽ, ആരെങ്കിലും ഔത്ത് ജാൽ പൊല ഉൾകിടാ. ഇനി കോടിയിൽ ഈ പരിസരത്തിൽ പൊലയില്ലേ, മുട്ടത്തിൽ കടലുണ്ടാണ്ടല്ലേ, കടലുണ്ട്. അപ്പൊ നിങ്ങളെ ഔത്തെ ജാൽ ഒരു പൊല ഒരു തോട് ഒൽകുടുണ്ടായെങ്കിൽ ആ പലിൽ ഒരു മനുഷ്യ 5 പട്ട ഡെയിലി കുലിക്കിടാണ്ടായെങ്കിൽ അവന്റെ തടിയിൽ എന്തായെങ്കിൽ ചേറ് മണ്ണ് ഗലീജ് ബാക്കിയാവാ. 4-5 പട്ട കുലിക്കിട മനുഷ്യായെങ്കിൽ 4 ഉറുപ്പട്ട കുലിക്കിടാലേ ജാഗ്രത ആക്കുക. അങ്ങനത്തെ 4-5 പ്രാവശ്യം കുലിക്കിട മനുഷ്യ തടിയിൽ എന്തെങ്കിലും ചേറ് ബാക്കിയാവാ. സഹാബത്ത് ചൊന്നാറില്ല നബിയെ, 5 വക്ത് 5 പ്രാവശ്യ കുലിക്കിറങ്ങറ്റ മനുഷ്യരെ ശരീരത്തിൽ ഒരു തെല്ല് പോലും ഗലീജ് ബാക്കിയാവല നബിയേ. അപ്പോഴാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്ന ഇതുപോലെയാണ് 5 വക്ത് ഫർദ് നിസ്കാരത്തെ ഉദാഹരണ. 5 വക്ത് ഫർദ് നിസ്കാര കൃത്യമായി നിസ്കരിക്കുന്നവന്റെ ശരീരത്തിൽ ഒരു ദോഷവും ബാക്കിയാവില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ 5 വക്ത് നിസ്കരിച്ചിടാറല്ലോ, എല്ലാവരും പിശാ നിസ്കരിച്ചിട്ടല്ലോ വന്നേ. അപ്പൊ ഞങ്ങളുടെ ശരീരത്തിൽ എന്തിനില്ല ദോഷല്ലാഹു മാഫാക്കട. എപ്പ നിസ്കാരായിട്ടിന്നെങ്കിൽ അത് മാത്രം നീന്താ തൻഹാ അനിൽ ഫശാഇ വൽ മുൻകർ. നിസ്കരിക്കടാറുണ്ട് കണ്ടെങ്ക നിസ്കരിക്കലെങ്കത്തെ മനുഷ്യരിൽ വേണ്ടാത്ത ദോഷങ്ങൾ അല്ല വിരോധിച്ചെങ്കത്തെ കാര്യങ്ങൾ ബണ്ടില്ല. അങ്ങനെ ശബ്ദം കേൾക്കാറില്ല. എല്ലാവരും നിസ്കരിക്കണമെല്ല, ഉമ്മമാർ പെങ്ങമാർ സഹോദരന്മാർ എല്ലാവരും നിസ്കരിക്കണല്ലേ. നിസ്കരിക്കാത്ത ആരെയും ഇപ്പൊ വാതുമന്തിക്കോ സാധ്യമുണ്ടാ? എല്ലാം നിസ്കരിച്ചാറുണ്ടായെങ്കിൽ ദോഷങ്ങളൊന്നും ബാക്കിയാവില്ല. മാത്രല്ല പിന്നെന്തിനാവും ഞങ്ങളയിൽ ഏണ് ദോഷ വരാത്ത പോലെ ഞങ്ങൾക്ക് സംരക്ഷണവും കിട്ടിറാ.
നിസ്കരിച്ചിട്ടല്ലേ കള്ളുകുടിക്ക് പോകണ്ടേ? ഇന്നത്തെ മനുഷ്യന്മാർ നിസ്കരിച്ചിട്ടല്ലേ കൊല്ലു പോണ്ടേ? നിസ്കരിച്ചിട്ടല്ലേ ബഡിയുടെ വ്യാപാരത്ത് പോണ്ടേ? നിസ്കരിച്ചിട്ടല്ലേ ഹറാമു പോണ്ടേ? ജാവിപ്പിഞ്ഞോടുമാ വേണ്ടാത്തൊരു ഡാൻസ് പ്രോഗ്രാം നടന്നുകൊണ്ടുണ്ടായി. നിസ്കരിച്ച് അതാത് കഴിഞ്ഞിട്ട് ഇടിക്ക് ഉറുകൊണ്ട് കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഒത്തു പോണ്ടി. നിസ്കരിച്ചെങ്കിൽ നീലയിൽ ദോഷപണ്ടില്ലാണ്ട് പരിശുദ്ധമായ ഖുർആനല്ലേ. അപ്പൊ നിസ്കരിക്കുന്ന മനുഷ്യരിൽ തെറ്റ് സംഭവിക്കണമില്ല. നിസ്കരിക്കത്തെ മനുഷ്യരിൽ സംഭവിച്ചെങ്കിൽ ഒന്നൂർ സംഭവിച്ചു പോയ ദോഷങ്ങളല്ല മാഫുമാവും. ഞങ്ങൾ മനുഷ്യന്മാരല്ലേ, തെല്ലെല്ലാം സംഭവിക്കടേ. എന്നാലും ഞങ്ങൾക്കൊരു വലിയൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് 5 വക്ത് ഫർദ് നിസ്കാര ആയെങ്കിൽ ഞങ്ങൾ 5 വക്ത് ഫർദ് നിസ്കാര വർഷയിൽ നടന്നുകൊണ്ടേ ഉണ്ടു. വർഷയിൽ ഞങ്ങളെ ദോഷങ്ങൾ അതൊരു ഭാഗത്തിൽ ആയോണ്ടേ ഉണ്ടുണ്ടായെങ്കിൽ ഞങ്ങളെ നിസ്കാരത്തിന് എന്തിനാ പ്രോബ്ലം ഉണ്ടർത്ഥം. ഈ തസ്ബീഹ് നിസ്കാര 4 റക്അത്ത് നിസ്കാര 20 നിമിഷത്തിന് ಅದಕ್ಕೆ വേനായിട്ട് നീ ചെലവാക്കുമ്പോൾ ഉണ്ടായ ഖുശൂ, ഇത്തരത്തോളം സംഭവിച്ചു പോയ ദോഷങ്ങളെല്ലാം മാഫാവുടു എന്ന് ദോഷ ബണ്ടതര തൊട്ട് സംരക്ഷണവും കിട്ടെങ്കത്തെ ഫർദ് നിസ്കാരത്തിൽ മാത്രം നമുക്കില്ല. ഉണ്ടാ ഫർദ് നിസ്കാര ഇമാം ജമാഅത്ത് അല്ലാണ്ട് നിസ്കരിക്കണമെങ്കിൽ 20 നിമിഷം വേണ. എന്നാലും ആ നിസ്കാരത്തിൽ തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ച് എത്ര ഖുശൂ ഉണ്ടാ. അങ്ങനത്തെ റുകൂ, അങ്ങനത്തെ സുജൂദ്, അങ്ങനത്തെ ഇഅ്തിദാല്, സുബ്ഹാനല്ലാഹ് നിസ്കരിച്ചിട്ട് ആയിൽ പിന്നെ ഒരു സന്തോഷം. അല്ലാഹ് നന്റെ തസ്ബീഹ് നിസ്കാരം തീന്തി. ഇതുപോലെ ഫർദ് നിസ്കാരം തീരുമ്പോൾ ആ രീതിയിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് വന്നുണ്ടാ. അപ്പൊ നാ ചൊന്നുകൊണ്ടുള്ള നിസ്കാര കൃത്യമായി നിസ്കരിക്കണമെങ്കത്തെ മനുഷ്യനും ആ നിസ്കാരത്തുക വീനായി എല്ലാ നാളും മൗത്തെ ഭർത്തായി പോണെങ്കത്തെ മനുഷ്യൻ വിജയിച്ച. പിന്നെ മഹാനായ നദുൽ റളിയല്ലാഹു അൻഹു ചൊല്ലു ഖാല ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തുക ബറൂ, വിജയത്തുക ബറൂ. فقال قد أفلح من أجاب محمدا صلى الله عليه وسلم. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇജാബത്ത് കൊടുത്തെങ്കത്തെ ആൽമാർ വിജയിച്ചു പോയാർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം ആഹ്വാനം ചെയ്തറാ, ആ ആഹ്വാനം ചെയ്തതുക്കെല്ലത്തും ഉത്തര കൊടുത്തെങ്കത്തെ മനുഷ്യൻ വിജയിച്ചു പോയാ. فقال الله أكبر الله أكبر لا إله إلا الله أخلصت الإخلاص كله يا نضلا. ബാങ്ക് അവസാനിപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട നദുൽ റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊന്തു. ആ സമയത്ത് അവിടെ അശരീരിയായ ശബ്ദം കേൾക്കണോ, നദുലാ നിങ്ങൾ ഇഖ്ലാസ് കംപ്ലീറ്റ് ആക്കിറാറ്. ഫഹറമല്ലാഹു ബിഹാ ജസദക കുല്ലഹു അലന്നാർ. നിങ്ങളെ ശരീരത്തെ അല്ലാഹു നരകത്ത് അതുകൊണ്ട് ഹറാമാക്കിറാ. ബാങ്ക് തീരോർത്തോലത്തെ എല്ലാ കലിമത്തും ശബ്ദ കേട്ടൊരു ബാങ്ക് കംപ്ലീറ്റ് ആയപ്പോ നദുൽ റളിയല്ലാഹു അൻഹു നരകമോചനം കിട്ടി ചൊല്ലിങ്കത്തെ സന്ദേശവും അദ്ദേഹം കൊടുത്തു. ഫലമ്മാ ഫറഗ മിൻ അദാനിഹി കുല്ലിഹി ഖുന്നാ, നിസ്കാര എല്ലാം അതേ നിസ്കാരത്തിലുള്ള ബാങ്ക് കൊടുത്തു തീനിട്ടാകുമ്പോ നദുൽ റളിയല്ലാഹു അൻഹു അവിടെയുള്ള 300ഓളം സൈനികന്മാർ നിണ്ടാറ്. ഫഖുൽനാ മൻ അൻത യർഹമുക്കല്ലാഹ്, ഓ ശബ്ദമാത്ര കേട്ടുകൊണ്ടുള്ളെങ്കത്തെ മനുഷ്യ, അല്ലെങ്കിൽ നിങ്ങൾ ആര്? നിങ്ങൾക്ക് ശബ്ദ കേപ്പാട്ടി ആരല്ല, നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അമലകുൻ അൻത അം സാകിനും മിനൽ ജിന്നി, ഓ ശബ്ദ കേപ്പാട്ടിത് മലക്കാണോ അല്ല ജിന്നാണോ? നിങ്ങൾ ആര് ചൊന്നിട്ടൊന്ന് ചൊല്ലാറാ. അസ്മഅതന സൗതക ഫഅരിനാ സൂറതക, നിങ്ങളെ ശബ്ദം നിങ്ങൾക്ക് കേപ്പാട്ടിയാറും നിങ്ങളെ റൂപ എന്തരേ ചൊന്നിട്ടൊന്ന് നിങ്ങൾക്ക് കാട്ടി തണ്ടാറാ. ഫഇന്നാ വഫ്തുല്ലാഹി വവഫ്തു റസൂലിഹി വവഫ്തു ഉമർ ഇബ്നുൽ ഖത്താബ്. ഓ മഹാനവറുകളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ആൽമാറ്, അല്ലാഹുവിൽ നിന്ന് ബന്ധങ്കത്തെ സംഘമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംഘമാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അതേ അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാര ബന്ധങ്കത്തെ ആൽമാറാണ്. അതുകൊണ്ട് നിങ്ങളെ കാണുക നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് നിങ്ങൾ അറിയിച്ചൊന്ന് നിങ്ങൾക്ക് കാട്ടി തണ്ടാറാ. ഈ ശബ്ദ ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം പോയ നദുൽ റളിയല്ലാഹു അൻഹു സംഘവും ഒട്ടികമേ ആ ശബ്ദ കേട്ടെങ്കത്തെ ആ ശബ്ദത്തൊട്ടിಗೆ ಪಲ್ಕ ಬಂಚುಲ್ ನಿಂಗೆ ಆರು ನಂಗೆ ಗೊಂತಾವ.
ഖാല ഫൻതലഖൽ ജബൽ. ആ സമയത്തതാ പർവ്വതം ഇങ്ങനെ 2 പീസായ പോലെ ഇങ്ങനെ തെല്ല് ഗ്യാപ്പാവിടെ ഒരു ഉൽഗത്തിൽ ഒരു മനുഷ്യൻ ഉണ്ട്. ആ മനുഷ്യരെ തലയുടെ മുടിയും താടിന് മുടിയും എല്ലാം ബെൽത്തിട്ടുണ്ടു. നല്ല ബെൽത്ത വസ്ത്രം അദ്ദേഹം ധരിച്ചിട്ടുണ്ടു. അദ്ദേഹം പുറത്തു വന്നു ചൊല്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേ സലാം അദ്ദേഹം ചൊല്ലു. നിങ്ങൾ സലാം മടക്കടാ. നദ്ല റളിയല്ലാഹു അൻഹു കേക്കിട നിങ്ങൾ ആറ് ഈ പർവ്വതത്തെ അടിഭാഗത്തെ എഞ്ചി വന്നാറും ബാങ്ക് കൊടുത്തതുക്കെല്ലത്തുക്കും നിങ്ങൾ നല്ല ജവാബം തന്നാറും നിങ്ങൾ ആറ് ചൊന്നിട്ടു നങ്കൊന്നു ചൊന്തണ്ടാറാ. فقال أنا من أوصياء العبد الصالح عيسى بن مريم عليه السلام. നാം വേറാരുമല്ല, മഹാനായ സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ വസിയ്യത്ത് പ്രകാരം ഈ പർവ്വതത്തിൽ ജീവിച്ചുകൊണ്ടുള്ള അല്ലാഹുവിന്റെ അടിമയാണ്. അസ്കനനി ഹാദൽ ജബല, ഈ പർവ്വതത്തിൽ താമസിക്കുന്നു ചൊന്നിട്ട് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം നണ്ടിട്ട് നിർദ്ദേശം തന്നത് വദആലി ബിതൂലിൽ ബഖാ. നാനൊരു നാൾ ആകാശത്തെ ഇഴിഞ്ഞു ബണ്ട ചെന്നുറാറ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തെ നാണ് ഇഴിഞ്ഞു ബണ്ടെങ്കത്തെ ആ 4 തോളു നിങ്ങ മരിക്കാണ്ട് ദീർഘായുസോടെ ഈ പർവ്വതത്തെ ഉൽഗത്തിൽ നിങ്ങ താമസിക്കുന്നു ചെന്നിട്ടു നണ്ടിട്ടിക ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർദ്ദേശ തന്നരേ. സുബ്ഹാനല്ലാഹി ജല്ല ജലാലു. ഇപ്പൊ എത്ര ടൈമേത്ത് ഈസ നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ട് ഈസ നബി അലൈഹിസ്സലാം ഓടുണ്ട്. ഈസ നബി അലൈഹിസ്സലാം ആകാശ ലോകത്തുണ്ട്. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഖുർആൻ ചൊന്നില്ലേ ഈസ നബി അലൈഹിസ്സലാമിന്റെ കൊന്നറാ. ഇപ്പൊ സ്കൂൾ കോളേജിലുള്ള ലൈബ്രറിയിൽ പോയിട്ട് ബൈബിളുള്ള എടുത്തിട്ട് ഓതുറാറ് മക്ക. നിങ്ങൾക്ക് വന്നിട്ടുണ്ട് വിഷയം ബൈബിൾ ഓതുറാറ്, ഖുർആാനും ഓതുറാറ്. ഇനി തൗറാത്തും സബൂറും എല്ലാ ഗ്രന്ഥം കിട്ടിയെങ്കിൽ എല്ലാ ഗ്രന്ഥം ഓതുറാറ്. ഖുർആൻ ഓതിട്ട് മയ്യാവത്തേക്ക് ഖുർആൻ ഓതിട്ട് ഈമാൻ കിട്ടിയത് കൊറോടി ആയതൊക്കെ പിന്നെ എത്ര ഗ്രന്ഥങ്ങളുണ്ട് എല്ലാം ഓതു റെഡിയുള്ള വേണമെങ്കിൽ പോയിട്ട് കേൾക്കുറഞ്ഞ മക്കൾ നീ ബൈബിൾ ഓതിരേ ലൈബ്രറിയിലേക്ക് ഇടക്കിടക്ക് നോക്കിടുന്നതാണ് ചൊല്ലുവാറ്. ഇനി നോക്കില്ലാണ്ട് കണ്ടെങ്കിൽ നോക്കുവാട്ടൊക്കെ ആളുമുണ്ട്, അള്ളാഹു കാക്കട്ടെ. അപ്പൊ അങ്ങനത്തെ ആ തൗറാത്ത ഇഞ്ചീല നോക്കേണ്ട ആവശ്യകത ഇപ്പൊ ഇല്ല. തൗറാത്ത് ഇഞ്ചീൽ ഇപ്പൊ ഒറിജിനലായിട്ട് അങ്ങനെ ഉണ്ടു ചൊല്ലു സാധ്യവുമല്ല. അപ്പൊ ഏതായാലും ഈസ നബി അലൈഹി ഇസ്ലാമിയുടെ അങ്ങനെയാക്കിയാറ് ഈസ നബി അലൈഹി ഇസ്ലാമിയുടെ യഹൂദിനെ കൊന്നുറാറ് ചൊല്ല വിശ്വാസമാണ് കാഫിരിങ്ങൾ അങ്കുള്ള ആറ് യഹൂദി നസ്രാനിങ്ങൾ. പക്ഷെ ഇസ്ലാമിയുടെ വിശ്വാസം എന്തിരെ ഈസ നബി അലൈഹി ഇസ്ലാമിയുടെ വിശ്വാസം മാത്രമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതിന്റെ ഈസ നബി അലൈഹി ഇസ്ലാമിയുടെ ആകാശ ലോകത്ത് ഉയർത്തപ്പെട്ടിട്ട് പെദമ്പാക്കിയത്തെ മനുഷ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയും കൊടുത്ത ഈസ നബി അലൈഹി ഇസ്ലാമിയുടെ ആകാശ ലോകത്ത് ഉയർത്തിയ ആ ഈസ നബി അലൈഹി ഇസ്ലാമു അങ്ങനെ പോയിട്ട് പിന്നെ കുറെ സമയമായാൽ പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഗമനായിട്ട് അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു തങ്ങ ബന്ത് തങ്ങ 63 വർഷം ജീവിച്ചു വഫാത്താവോടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാവോടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവോടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ടുണ്ട്. ഈ സമയം വരെ ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പ്രകാരം ജീവിച്ചുകൊണ്ടുള്ള അയാൾ മാത്രം പർവ്വതത്തിൽ മരിക്കാണ്ട് ജീവിച്ചിട്ടുണ്ട്. ഇനി എത്ര തോലിക്കത് അപ്പൊ ഇപ്പം ഉണ്ടൂണ്ടർത്ഥം ഇത് പ്രകാരം എത്ര തോലിക്കത് ഈസ നബി അലൈഹി ഇസ്ലാം ആകാശത്തെ ഇഴിഞ്ഞു പണ്ടെടുത്തോൽ അദ്ദേഹം അവിടെ താമസിക്കുകയായി ചൊന്നു. എന്നിട്ടാവതൂലിൽ ബഖാ നക്ക് ദീർഘായുസ് കിട്ടുകയായിട്ട് അല്ലാഹു രട്ടിക ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി ഇസ്ലാം ദുആർന്നൊരു. എന്നിട്ട് മഹാനവറുകൾ ചൊല്ലു ബഅദൻ ഫാതനി ലിഖാഉ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രം നക്ക് വലിയൊരു നഷ്ടം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരേ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക മാത്രം നക്ക് ഇത്രത്തോളായിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വർഷക്കാലം ജീവിച്ചിരെങ്കിലും തങ്ങളെ കാണ്ട ഒരു ഭാഗ്യം മാത്രം നക്ക് നഷ്ടപ്പെട്ടിട്ട് നക്ക് കാണുകയായിട്ടില്ല. ഇപ്പൊ ഖലീഫയായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളല്ലേ നിങ്ങൾ മദീനത്തേക്ക് തിരിച്ചു പോയെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഒരു അസ്സലാമു അലൈക്കും ചൊല്ലണു.